ആദ്യം ചോദ്യം വായിക്കുക. ഒരു സംഖ്യയിൽ നിന്നും 2-1 കുറച്ച് കിട്ടിയതിനെ 2-1 കൊണ്ട് ഗുണിച്ചപ്പോൾ 8-1 കിട്ടിയെങ്കിൽ സംഖ്യ ഏത്? ആ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് അതിൽ നിന്ന് എഴുതാം. സംഖ്യയെ ഞാൻ എക്സ് എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നും 2-1 കുറച്ചു എന്നാണ്. അപ്പോൾ -1/2. ഇനി എന്താണ്? ആ കിട്ടിയതിനെ 1/2 കൊണ്ട് ഗുണിക്കണം എന്ന് പറയുമ്പോൾ ഇതൊരു ബ്രാക്കറ്റ് കാണിച്ചിട്ട് വേണം എന്ത് കാണിക്കാൻ? 1/2 കൊണ്ട് ഗുണിക്കാൻ. അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8-1 കിട്ടി. ആ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ആണ് സംഖ്യ, അതിൽ നിന്ന് 1/2 കുറച്ചു, ആ കിട്ടിയതിനെ 1/2 കൊണ്ട് ഗുണിച്ചു, അപ്പോഴത്തേക്ക് നമുക്ക് 1/8 കിട്ടി. ഇനി നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ x-1/2നെ നമുക്കിവിടെ നിർത്താം. അപ്പുറത്തുള്ള 1/8 ആദ്യം കാണിക്കുക. ഈ ഇൻറ്റു 1/2 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആകണം. ഒരു ഫ്രാക്ഷനെ അപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അയാളെ ഇൻറ്റു എന്ന് കാണിച്ചിട്ട് 1/2 തിരിച്ചിരുന്ന എത്രയാണ്? 2/1. അവിടെ വെട്ടിക്കളയാം. 2ഉം 8ഉം കൂടെ വെട്ടാം. ഒരു തവണ 8 എത്ര? 4 തവണ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന x-1/2 = 1/4 എന്നാണ്. അപ്പോൾ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാൻ അപ്പുറത്ത് ഉള്ളത് ആദ്യം പറയുക. 1/4 അപ്പുറത്തുണ്ട്. ഈ -1/2 അപ്പുറത്ത് പോകുമ്പോൾ എത്രയാവും? +1/2 ആവും. നമുക്ക് LCM ഉപയോഗിച്ചാണെങ്കിൽ ചെയ്യാം. നമുക്ക് അല്ലെങ്കിൽ പറയാം 1/4 എന്ന് വെച്ചാൽ 4 എന്നാണ്, 1/2 എന്ന് വെച്ചാൽ അര എന്നാണ്. 4 അര കൂടെ ചേരുമ്പോൾ എത്രയായി? 3/4 അങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആൻസർ C ആണ് നമ്മുടെ ആൻസർ.